ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ ബ്രെഡാണ്. ഇതിൻ്റെ പേര് ഫൊക്കേഷ്യ എന്നാണ്. ഈസിയാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അധികം പരത്തുകയും കുഴയ്ക്കുകയും ഒന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ ഇത് വീട്ടിൽ റെഡിയാക്കാം. ഇതിൻ്റെ ടോപ്പിങ്സ് നമ്മൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ കൊടുക്കാം. ഞാനൊരു ഗാർലിക് ഫ്ലേവറിലാണ് കൊടുത്തേക്കുന്നത്. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു 5 കപ്പോളം ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് 240 ml-ൻ്റെയോ 300 ml-ൻ്റെയോ കപ്പിന് 5 കപ്പാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഷുഗറും 1.5 ടീസ്പൂണോളം സോൾട്ടും ഇട്ടിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വരുമ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇറ്റാലിയൻ ഹെർബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് റാപ്പിഡ് റൈസ് ഈസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റ് ചേർക്കുന്നത്. നിങ്ങളുടെ സാധാരണ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ പ്രൂവ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. എനിക്ക് ഏകദേശം ഒരു 1.25 കപ്പോളം വെള്ളം ഇത് കുഴച്ചെടുക്കാനായിട്ട് വേണ്ടി വന്നു. നിങ്ങൾ എടുക്കുന്ന മൈദയുടെയൊക്കെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇച്ചിരി കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഒന്നും ബുദ്ധിമുട്ടുണ്ട്. ഇച്ചിരി വെള്ളം ഒഴിക്കുകയോ പൊടി ഇടുകയോ ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ഇതുപോലെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഡോവാണ് പ്രിപ്പയർ ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഈ ഡോ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇതിൻ്റെ ഈസ്റ്റൊക്കെ ഒന്ന് പ്രൂഫായി അതൊന്ന് ഡബിൾ സൈസൊക്കെ ആകുന്നിടം വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം. അതിനായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഒലീവ് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ഇത് ഞാനൊന്ന് അടച്ച് വെക്കുകയാണ്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഡോവ് ഒന്ന് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിടിയിച്ച് കൊടുത്തിട്ട് നമുക്കൊന്നെങ്കിൽ ഈ സ്പാച്ചുല കൊണ്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ കൈകൊണ്ട് ഇത് 4 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നു. കയ്യിൽ കുറച്ച് എണ്ണയോ വെള്ളമോ തടവിയിട്ട് സ്പ്രെഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ 4 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് നമുക്ക് വീണ്ടും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മൾ എടുക്കുന്ന ഈസ്റ്റിൻ്റെ അനുസരിച്ച് ചിലപ്പം ഈ പ്രൂവ് ചെയ്യാനുള്ള സമയമൊക്കെ ഇച്ചിരി ഒന്ന് മാറും. അത് സാരമില്ല. ഇതുപോലെ ഡബിൾ സൈസ് ആയി വരുമ്പോഴത്തേനും നിങ്ങൾ ഇതുപോലെ 4 സൈഡിലോട്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ മതി. അപ്പോൾ ഞാൻ അങ്ങനെ ഇതുപോലെ ഒരു 3 ടൈംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഫോൾഡ് ചെയ്ത് റെസ്റ്റ് ചെയ്തിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ ഇടയ്ക്ക് ചെയ്തിട്ട് വന്നിട്ട് ഇടയ്ക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ പുറകെ തന്നെ നിൽക്കണമെന്നില്ല. അങ്ങനെ ഫോൾഡിങ്ങും ഇതിൻ്റെ റെസ്റ്റിങ്ങും ഡോവിൻ്റെ റെസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞ് എനിക്കിത് ബേക്ക് ചെയ്യാനായിട്ടുള്ള ട്രേയിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇച്ചിരി ഏറെ ഒലിവ് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്താണ് ഈ ഇറ്റാലിയൻ ബ്രെഡ് റെഡിയാക്കുന്നത്. ഇതിൻ്റെ പുറകും നല്ല ക്രിസ്പിയും ആകെ നല്ല സോഫ്റ്റും ആയിട്ട് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തെടുത്ത ഈ ഡോവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഡോവ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് കയ്യിലേക്ക് വെള്ളമോ ഓയിലോ ഒന്ന് തടവിയിട്ട് ഇതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഈ ട്രേയിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഓവർനൈറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് രാവിലെ ഇത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതുപോലെ ഒന്ന് അടച്ചിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുവാണ്. ഞാനൊരു 3 മണിക്കൂറോളമേ ഫ്രിഡ്ജ് വെച്ചുള്ളൂ. കാരണം ഡിന്നറിന് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാനിതൊന്നെടുത്ത് വെളിയിൽ വെച്ചിട്ട് 1 മണിക്കൂർ കൊണ്ട് ഇത് വീണ്ടും ഓൾറെഡി ഇത് ഡബിൾ സൈസ് ആയിട്ട് ഇരിക്കുവാണ്. ഒരു 1 മണിക്കൂറോളം ഞാനൊന്ന് വെളിയിൽ വെച്ച ശേഷം പിന്നെ ഇത് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിള്ളേർക്ക് നമ്മളിത് ഏതാണ്ട് സ്ലൈം കുഴയ്ക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് അവർ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവളെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചതാണ്. ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ കയ്യിൽ എണ്ണ തടവിയിട്ട് ജസ്റ്റ് ഒന്ന് ഫിംഗർ കൊണ്ട് നമ്മളിതിന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ ബട്ടറും 1 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂണോളം ഗാർലിക് പൗഡറും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ഈ ഷേപ്പാക്കി വെച്ചേക്കുന്ന ഡോവിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ 2 കൊറിയാൻഡർ ലീവ്സ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഗാർലിക് ബ്രെഡൊക്കെ ചെയ്യുമ്പോൾ കൊറിയാൻഡർ ലീവ്സ് ഒക്കെ ഇടാറുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കൊറിയാൻഡർ ലീഫും കുറച്ച് ചെറിയ ടൊമാറ്റോയും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ടോപ്പിംഗ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ഇറ്റാലിയൻ സീസണിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇതോടെ ചേർത്തിട്ട് 350 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 25 to 30 മിനിറ്റ്സോളം എടുത്തു എനിക്കിതൊന്ന് ബേക്കായി വരാനായിട്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയിട്ടൊക്കെ വരുമ്പം അത് റെഡി ആയിട്ടുണ്ടാവും. അതെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് മെൽറ്റഡ് ബട്ടർ അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം തേച്ചാൽ മതി. അല്ലാതെ തന്നെ ഇതിപ്പോൾ റിച്ച് ഇൻ ഫ്ലേവേഴ്സാണ്. പുറം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടുമുള്ള അടിപൊളി ഒരു ഇറ്റാലിയൻ ബ്രെഡാണിത്. ഈസി ആയിട്ട് എല്ലാവർക്കും റെഡിയാക്കാം. അധികം പണിയൊന്നുമില്ല. ഇത് ഞാൻ ഗാർലിക്കൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ ഗാർലിക് ബ്രെഡിൻ്റെ ഒരു ഫ്ലേവറാണ് എനിക്ക് വന്നേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.